ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നമ്മൾ റവ കൊണ്ട് ഉപ്പുമാവും ദോശയും ഇഡലിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കി നമ്മൾ മടുത്തു, കഴിച്ചിട്ട് മടുത്തു നമുക്ക്. അപ്പം നമുക്കൊരു എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ? ഉപ്പുമാവും കൊണ്ടൊക്കെ നമ്മൾ എപ്പോഴും എങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റവ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഒരു അറബിക് ഡിഷ് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? ഒരു ബസ്ബൂസ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ: റവ, ബേക്കിംഗ് പൗഡർ, ഷുഗർ, പാല്. ഇത്രയും മതി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ. പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാം പരിപ്പും പിസ്തയും. നമ്മളപ്പോൾ ഒരു ബൗൾ എടുത്തു വെച്ചു. അതിലേക്ക് ഞാനിനി ആ റവ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് റവയ്ക്ക് 2 കപ്പ് പാല്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാല് കുറച്ച് ചേർക്കാം. പക്ഷേ ഞാൻ 2 കപ്പ് റവയ്ക്ക് 2 കപ്പ് പാലാണ് ചേർത്തിരിക്കുന്നത്. 1 കപ്പ് ഷുഗർ. ഇപ്പം നിങ്ങൾക്ക് മധുരം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം ആ 1 കപ്പ് പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ റവയും പഞ്ചസാരയും പാലും ഒരുമിച്ച് ഒഴിച്ചു. അതിലേക്ക് ഇനി ഞാനൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നമ്മളൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. 1 കപ്പ് പാലേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ ഇപ്പോൾ അതിനകത്തിലോട്ട്. അതൊന്ന് നല്ലതായിട്ട് ഇളക്കി വരുമ്പോൾ ഒന്ന് നല്ല കുഴഞ്ഞു വരും. അത് നമ്മൾ പുട്ടുപൊടിയൊക്കെ നനയ്ക്കത്തില്ലേ, അതേപോലെ വരും. പുട്ടല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലതായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് അതിലേക്ക് ഞാൻ ആ ബാക്കി വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് 1 കപ്പ് പാലിൽ നിന്ന് 1/2 കപ്പ് പാലൊഴിക്കും. നമ്മൾ കുറേശ്ശെ പാലൊഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ കട്ട കിട്ടും. അപ്പോൾ അതുകൊണ്ട് 1/2 കപ്പ് പാലൊഴിച്ചു. ആ ബാക്കി വന്ന പാലും കൂടെ ഞാനിതിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിനെ നല്ലതായിട്ട് ഇളക്കി 1 മണിക്കൂർ ഞാനിതിനെ മാറ്റി ഒരിടത്ത് വെക്കും. അപ്പോൾ കണ്ടില്ലേ, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് എടുത്ത് നോക്കിയപ്പോൾ നല്ലതായിട്ട് ആ റവയിലോട്ട് പാലൊക്കെ പിടിച്ച് നല്ലതായിട്ട് വന്നിട്ടുണ്ടത്. ഇനി ഞാനൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബട്ടർ പേപ്പർ നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഗീയോ ഓയിലോ എന്തെങ്കിലും ഇട്ട് കൊടുത്താലും മതി. ഒന്ന് തേച്ച് കൊടുത്താൽ മതി. കാരണം അതൊന്നും അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ആ മിക്സ് ചെയ്തത് അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഒന്ന് നല്ലതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തു. നല്ലതായിട്ടൊന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലതായിട്ടൊന്ന് ലെവലാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് വരത്തില്ല. ഇനി നമ്മളിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ബദാമും പിസ്തയും. അപ്പോൾ ബദാം ഞാൻ ഒരു അരമണിക്കൂറൊന്ന് ഞാനിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലോട്ടൊന്ന് കുതിർത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഒരു അരമണിക്കൂർ കുതിർത്തിട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ബദാമിൻ്റെ തൊലിയെല്ലാം അത് മാറ്റി നമുക്ക് ഇങ്ങനെ ആ നട്ട്സ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനകത്തിൽ കുറച്ച് പിസ്തയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം, ഇതിൽ ഞാൻ ചെറിയ ലൈൻ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഓവനിലേക്ക് വെക്കാൻ പോവുകയാണ്. 170 ഡിഗ്രിയിൽ ഞാൻ പ്രീഹീറ്റ് ചെയ്ത ഓവനാണ്. 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു 35 മിനിറ്റ്സ് വെക്കുന്നുണ്ട്. ഇവിടെ ഞാനൊരു പാൻ അടപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം. ഇപ്പോൾ നമ്മൾ ഏത് കപ്പിനാണോ പഞ്ചസാര എടുക്കുന്നത് അതേ കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം ഒഴിക്കുക. നല്ലതായിട്ട് തീ കൊടുക്കുക. അപ്പോൾ അത് നല്ലതായിട്ട് പഞ്ചസാരയൊന്ന് അലിഞ്ഞു വരും. ആ അലിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ റോസ് വാട്ടറും 1 ടീസ്പൂൺ ഓറഞ്ച് ബ്ലോസവുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഓറഞ്ച് ബ്ലോസം ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആവണമെന്നില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഓറഞ്ച് ബ്ലോസം ആൻഡ് റോസ് വാട്ടർ ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ്സ് നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്താണ് ഇത് ചേർക്കുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് കുറുകി വരുന്നപ്പോഴത്തേക്ക് നമുക്കത് വാങ്ങി വെക്കാം. അപ്പോൾ ഈ റോസ് വാട്ടറും ഓറഞ്ച് ബ്ലോസവും ചേർക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണമാണ് അതിന്. അപ്പോൾ നമുക്ക് നമ്മുടെ ബസ്ബൂസ നമ്മൾ ചെയ്യുന്നത് നമുക്ക് കറക്റ്റായിട്ടുള്ള അറബിക് നമുക്ക് ചെയ്ത് കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, എൻ്റെ ഓവനിൽ എൻ്റെ ബസ്ബൂസ ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ഈ ഒരു കളറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എടുക്കാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളറാണ് എനിക്കിഷ്ടം. അപ്പോൾ നമുക്ക്
കുറച്ചും കൂടെ കണ്ടില്ലേ, ഈ ഒരു ഇതിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്ക് വെച്ചിട്ട് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ലൈൻ ഇട്ടെന്ന് പറഞ്ഞില്ലേ, ചട്ടുകം വെച്ചിട്ട്. അപ്പോൾ ആ ലൈൻ ഇട്ട സമയത്ത് അത് നമുക്ക് ബേക്ക് ചെയ്ത് ലാസ്റ്റ് വരുന്ന സമയത്ത് നമുക്കത് നല്ല ഡിസൈനായിട്ട് നമുക്ക് വരും. അപ്പോൾ നമ്മുടെ ബസ്ബൂസ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.